മച്ചാമാരെ, നമ്മളിന്ന് ഫിഷിംഗ് റീലുകൾ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സർവീസ് അല്ല, ക്ലീനിങ് ആണ് സംഭവം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചങ്ങിൻ്റെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്തൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്ന ഒരു ലിക്വിഡാണ് ഫിഷിംഗ് റീൽ ലൂബ്രിക്കൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മളിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് വന്നിട്ട് ഗ്രീസും ഇത് വന്നിട്ട് അതിനകത്തുള്ള ഓയിലുമാണ്. അപ്പോൾ ഗ്രീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീൽ ഫുള്ള് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രീസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളത് റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. ഗ്രീസ് അത്യാവശ്യം വെളിയിൽ കൂടെ ഇടാൻ പറ്റുന്നതെല്ലാം ഇട്ട് കൊടുക്കുക. ബെയറിങ്ങിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഓയിൽ നമുക്ക് എങ്ങനെ വേണോ ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ റീല് ഒരു സൗണ്ടൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്താൽ ക്ലിയർ ആവോ ഇല്ല എന്നുള്ളത് ഞാൻ ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, അല്ലാതെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ റീല് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ റീലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ ബെയറിങ്ങിൽ പെട്ടെന്ന് അഴുക്ക് വരും. കാരണം വെച്ചാൽ ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടറും കൂടുതൽ നമ്മൾ നോർമൽ വാട്ടറിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ അടിച്ചിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെയറിങ്ങിൽ തുരുമ്പ് വരാനും ഉപ്പിൻ്റെ അംശം കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ റീല് നമ്മൾ ഊരിയിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യം നമ്മളിത് റിമൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ബ്രൈഡ് ചെയ്യുന്ന സ്പൂണാണ്. ബ്രൈഡ് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സ്പൂണാണ് ഊരുന്നത്. നിങ്ങൾ ഇപ്പോൾ സോൾട്ട് വാട്ടറിലാണ് നിങ്ങൾ ഇത് പരിപാടിക്ക് പോകുന്നതെങ്കിൽ, ചൂണ്ടയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഫുള്ള് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വയ്ക്കണം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഒന്ന് കഴുകണം. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ സൺഡേയിലൊന്ന് ഫിഷിങ്ങിന് പോയതാണ്. ഇതിനകത്തിരിക്കുന്ന അഴുക്ക് കണ്ടോ? ഈ സാധനങ്ങളാണ് നമ്മുടെ റീല് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആക്കുന്നത്. ഇത് ആ കടപ്പുറത്തുനിന്ന് കയറിയപ്പോഴത്തേക്ക് പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതെല്ലാം മണ്ണാണിത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപ്പ് രസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്പൂണ് ഇതാദ്യം കഴുകണം. കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാവൂ. പിന്നെ പക്ഷേ വരെ നമ്മുടെ സ്പൂൺ കഴുകാനായിട്ട് പോവുകയാണ്. ഒരു നോർമൽ വാട്ടറിൽ മാത്രമേ കഴുകാവൂ. ഇത് നമുക്കൊരു ചേട്ടൻ പറഞ്ഞു തന്നാണ്. സംഭവം ചെയ്തതിൻ്റെ ഉപ്പുരസം പോകാനാണ്. ബ്രൈഡിൽ ഉപ്പുരസം പോകാൻ വേണ്ടി മാത്രം നമ്മളങ്ങനെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ സോൾട്ട് വാട്ടറിൽ സൺഡേ ആണ് ഞാൻ കൂടുതൽ ഫിഷിങ്ങിന് പോകുന്നത്. സൺഡേ പോയി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ചിലപ്പോൾ സമയം കിട്ടുന്ന അനുസരിച്ചായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ബ്രൈഡ് പെട്ടെന്ന് ഡാമേജ് ആവും. നോർമൽ വാട്ടർ നനഞ്ഞിരുന്നാലും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ ഉപ്പുവെള്ളത്തിലാണ് നനഞ്ഞിരിക്കുന്നതെങ്കിൽ ബ്രൈഡ് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഈ 2 എണ്ണം സൂക്ഷിക്കുക. ഇത് നമ്മളെല്ലാം വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മളെ റീല് ഡാമേജ് ആവാതിരിക്കാനായിട്ട് അകത്തുള്ള പരിപാടിയൊന്നും നമുക്കറിയത്തില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്യുക, തുടച്ച് വൃത്തിയാക്കി എടുക്കുക, അതിനകത്ത് ഓയിൽ ഒഴിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഐറ്റം എത്രത്തോളം ക്ലീനായിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഐറ്റം നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നമ്മൾ സൂക്ഷിക്കാതെ വൃത്തിയാക്കാതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകാനാണ് ചാൻസ് കൂടുതൽ. കൂടെ ഇതൊക്കെ ഊരി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്ന ഹാൻഡിലാണ്. നല്ലൊരു മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ഡാമേജ് പറ്റുന്നത് ഹാൻഡിലിനാണ്. ചിലപ്പോൾ ഒടിഞ്ഞു പോകാം, ഊരിപ്പോകാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഹാൻഡിലിൻ്റെ സിറ്റുവേഷൻ. വച്ചാൻ വരുന്നതാണ്ട് ഈ ലിവറിൽ കാണുന്ന മൊത്തം ഫുള്ള് മണലാണ്. കാരണം വെച്ചാൽ ഞാനൊന്ന് തിരയിലൊന്ന് പറ്റി വീണപ്പോഴത്തേക്ക് അവിടെ മണ്ണിലൊന്നിടിച്ച് വീണായിരുന്നു. അങ്ങനെയാണ് ഇത് മൊത്തം പ്രശ്നം. അപ്പോൾ ഒന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്താൽ എന്തെന്നുള്ള ചിന്ത വന്നത് അങ്ങനെയാണ്. അപ്പം നമ്മളെല്ലാം ക്ലീനാക്കി നീറ്റാക്കി എടുക്കണം. നമ്മളെന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കട്ടെ. ഇതിനകത്തൊരു സീലിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കി തുറന്നു കൊടുത്തിട്ട് നോബ് ഇതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ചെറിയൊരു സൗണ്ട് അതൊക്കെ മാറി കിട്ടിയിട്ടാ. അപ്പോൾ ഓയിൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഇനി അറിയാൻ വയ്യ, നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനൊരു സീലുണ്ട്. ഈ സീലാണ് നമ്മൾ ആദ്യം പൊട്ടിച്ച് കളയേണ്ടത്. ഓൾറെഡി ഇതിന് ഹോളുണ്ട്. നമ്മൾ അറിഞ്ഞൂടാമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ചെയ്യാവൂ. ഇതിന് ഹോൾ ഓൾറെഡി ഉണ്ട്. സീൽ ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളിനി. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ ആ റീലിൻ്റെ ഫങ്ഷൻസ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്കത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഫെയിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അനുകരിക്കരുത്. ഫെയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ മേടിച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതാ ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇതിനകത്തും ഓൾറെഡി നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതും കൂടെ ഒന്ന് ജസ്റ്റ് കയറ്റി വെക്കുമ്പോഴത്തേക്ക് ആ ഗ്രീസും ഇതുമായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കാണത്തില്ല, എളുപ്പമായിരിക്കും. ചമരതാ ഒരു സൗണ്ടും ഇല്ല, നോയ്സും ഇല്ല. ഫുള്ള് ഫ്രീ ആയി തിരിച്ച് മറിച്ചു വിടാം. ഈ തിരിച്ചും മറിച്ചും റീൽ എങ്ങനെ കറക്കുന്നതെന്നുള്ളത് ഒട്ടുമിക്ക ചൂണ്ടക്കാർക്കും അറിയാം. അറിഞ്ഞൂടാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് കറക്കിയത്. തിരിച്ച് കറക്കണമെങ്കിൽ നമുക്ക് ഈ റീൽ കറക്കാൻ പറ്റും. അതെങ്ങനെ കറക്കാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ലോക്കുണ്ട്. ഈ ലോക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്രണ്ടിലോട്ട് മാത്രമേ കറങ്ങുള്ളൂ. തിരിച്ചെന്താണ് ബാക്കിലോട്ട് കറങ്ങത്തില്ല, ബാക്ക് ടൈറ്റ് ആയിരിക്കും. ഈ ലോക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൂറ് ഇതിനകത്ത് സ്പൂണിനകത്ത് നമ്മുടെ ബ്രൈഡ് വല്ല കുരുങ്ങാണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ സ്വീകരിക്കാവൂ. ഇല്ല എങ്കിൽ അത് സ്വീകരിക്കരുത്. അത് നമ്മുടെ റീലിന് എന്തെങ്കിലും ഡാമേജ്, ഇൻസൈഡ് ഡാമേജ് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പിടിച്ച് വയ്ക്കുക, ഈ ലോക്ക് ഓക്കെ ആക്കുക. മീൻ പിടിക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡും കറങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്തോളൂ. ഒരു നോയ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിനടുത്തോട്ട് വെച്ച് കേൾപ്പിച്ചിടാം. ഒരു നോയ്സോ ഒന്നുമില്ല, ഒരു സൗണ്ടും ഇല്ല. എന്തായാലും ഐറ്റം പൊളിയാണ്, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ സ്പൂൺ ലൂർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം നീറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശമുള്ള ഐറ്റം എല്ലാം അഴുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് നമുക്ക് വേണ്ടിയിരുന്നത് ഒരു സാധനം കൂടെ വേണമായിരുന്നു, ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ബ്രഷ്. ടൂത്ത് ബ്രഷ് കൊണ്ട് ഉണ്ടെങ്കിൽ ഇത് എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മളില്ലാതായിപ്പോയി, ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് നമുക്ക് സാധനമില്ല. അപ്പോൾ നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ബ്രഷും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ? ആദ്യം നമുക്കിതിൽ കുറച്ച് ലിക്വിഡ്, അതായത് ആദ്യം നമുക്കിതിൽ ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെ വാഷർ സെറ്റിങ്സ് ആണ്. ഇതാ എടുക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ ഊരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതായത് ഫസ്റ്റ് വാഷറാണ് ഇതിൻ്റെ. ഈ വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവത്തില്ല. അതിന് ശേഷം വരുന്നതാണ് ഇത് ഒരു ഗിയറിൻ്റെ ഒരു പ്ലാസ്റ്റിക്കാണ്. അത് നമ്മളടുത്തങ്ങ് സെറ്റ് ചെയ്യുക. കറക്റ്റ് നോക്കി വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. അതിൻ്റെ മുകളിൽ ഒരു 2 വാഷറുണ്ട്. ഇതൊരെണ്ണം സ്റ്റീലിൻ്റെ ഒരെണ്ണം, പിന്നെ ഒരു ഫൈബറിൻ്റെ ഒരെണ്ണം. ഇത് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീലിൻ്റെ പരിപാടിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സാധനം പോയി കഴിഞ്ഞാൽ പണിയാവും.
അപ്പോൾ മച്ചാമാരെ നമ്മുടെ സർവീസ് നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്പൂണും അതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മച്ചാമാരെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെഡോണോ 5000 XGയുടെ ക്ലീനിങ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം നോയ്സ് ഇല്ലാത്ത രീതിയിൽ, ആദ്യം എടുത്തപ്പോൾ ഒരു നോയ്സ് നിങ്ങൾക്ക് മനസ്സിലാവും, ആ നോയ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്കിനി ഈ സാധനം സെറ്റായി കിട്ടും. മച്ചാമാരെ ഒരു നോയ്സോ ഒന്നുമില്ല. നമ്മൾ ആദ്യം എടുത്തപ്പോഴത്തേക്ക് മണ്ണും അത് അഴുക്കെല്ലാം കൂടെ ഇരുന്നൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാം പക്ക സെറ്റായി.